ആപ്പിൾ എന്തൂസിയാസ്റ്റുകളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 15 Pro Max ഉൾപ്പെടെ iPhone 15, 15 Plus, 15 Pro തുടങ്ങിയ 4 ഫോണുകളും ആപ്പിൾ വാച്ച് സീരീസ് 9, വാച്ച് അൾട്ര 2 എന്നീ വാച്ചുകളും ആപ്പിൾ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. കാലിഫോർണിയയിലെ ക്യുപ്പർട്ടിനോയിലെ ആപ്പിൾ പാർക്കിലുള്ള സ്റ്റീവ് ജോബ്സ് തിയേറ്ററിൽ നിന്ന് ചൊവ്വാഴ്ച ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടാണ് ആപ്പിൾ അവരുടെ ആനുവൽ ഈവൻ്റായ വാണ്ടർലസ്റ്റ് നടത്തിയത്. വാണ്ടർലസ്റ്റ് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു. പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരുന്നതിൽ കമ്പനിയുടെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നതും കൂടിയായിരുന്നു ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വാണ്ടർലസ്റ്റ്. പുതിയ ആപ്പിൾ 15 സീരീസ്, ആപ്പിൾ വാച്ച് സീരീസ് 9, എയർപോഡ്സ് പ്രോ എന്നിവയെല്ലാം അവയുടെ മുൻഗാമികളെ അപേക്ഷിച്ച് കാര്യമായ അപ്ഗ്രേഡുകളോടെയാണ് എത്തുന്നത്. മാത്രമല്ല അവ ആപ്പിൾ ഉപഭോക്താക്കൾക്കിടയിൽ ജനപ്രിയമാകുമെന്നും ഉറപ്പാണ്. പുതിയ iPhone 15 സീരീസിൻ്റെ ലോഞ്ചായിരുന്നു ഈവൻറ്റിൻ്റെ ഹൈലൈറ്റ്. iPhone 15, 15 Plus, 15 Pro, 15 Pro Max എന്നിവയാണ് പുതിയ ലൈനപ്പിൽ ഉൾപ്പെടുന്നത്. iPhone 15 Pro, 15 Pro Max എന്നിവയാണ് ലൈനപ്പിലെ പ്രീമിയം മോഡലുകൾ. പുതിയ ട്രിപ്പിൾ ലെൻസ് ബാക്ക് ക്യാമറകൾ, ലിഡാർ സ്കാനർ, 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ എന്നിവ ഇതിൽ ഫീച്ചർ ചെയ്യുന്നുണ്ട്. ടൈറ്റാനിയം ബോഡിയോടെയാണ് പ്രോ മോഡലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. താരതമ്യേന ഭാരം കുറഞ്ഞ പ്രോ മോഡലുകളാണിത്. ഫ്ലൂയിഡ് ഡൈനാമിക് ഐലൻഡിനൊപ്പം പുതിയ iPhone Pro മോഡലുകളിൽ പ്രോ ഡിസ്പ്ലേയും പ്രോ മോഷനും ഫീച്ചർ ചെയ്യുന്നുണ്ട്. പുതിയ A17 Pro പ്രോസസ്സർ ചിപ്പാണ് ഈ രണ്ട് പ്രീമിയം മോഡലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. iPhone 15 Proയ്ക്ക് 6.1 ഇഞ്ച് ഡിസ്പ്ലേയും iPhone 15 Pro Maxന് 6.7 ഇഞ്ച് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ സ്ക്രീനുകളാണുള്ളത്. ഇതിൽ ഓൾവേസ് ഓൺ, പ്രോ മോഷൻ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ റിംഗ് സൈലൻറ്റ് മോഡുകൾ മാറ്റുന്നതിനായി നൽകിയിരുന്ന ടോഗിൾ ബട്ടൺ ഒഴിവാക്കി പുതിയ ആക്ഷൻ ബട്ടൺ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ച് ഫോണിലെ ക്യാമറ, ഫ്ലാഷ് ലൈറ്റ് പോലുള്ള മറ്റു ഫീച്ചറുകളും നിയന്ത്രിക്കാനാകും. മികച്ച ക്യാമറ അപ്ഗ്രേഡുകളാണ് പ്രോ മോഡലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. iPhone 15 Pro മോഡലുകളിലെ ക്യാമറ സിസ്റ്റം ഈസ് ഇക്വലൻറ്റ് ടു 7 ക്യാമറ ലെൻസസ് ഇൻ വൺസ് പോക്കറ്റ് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. iPhone 15 Pro 48 MP പ്രൈമറി ക്യാമറ, 12 MB ടെലിഫോട്ടോ, 12 MB അൾട്രാ വൈഡ് ക്യാമറ എന്നിവയുമായാണ് വരുന്നത്. iPhone 15 Pro Maxൽ ആപ്പിൾ 5x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. iPhone 15 Pro മോഡലുകളിൽ മികച്ച ലോ ലൈറ്റ് ലെൻസ് ഫ്ലെയർ ഫ്രീ ഫോട്ടോകൾക്കായി 48 MP ക്യാമറയുണ്ട്. ഫോക്കസ്, ഡെപ്ത് കൺട്രോൾ സംവിധാനങ്ങളോട് കൂടിയ മെച്ചപ്പെട്ട പോർട്രേറ്റുകൾ പകർത്താൻ ഇതിൽ സാധിക്കും. 4K 60 FPS പ്രോറസ് വീഡിയോ റെക്കോർഡിങ്ങും USB-C പോർട്ട് വഴി നേരിട്ടുള്ള എക്സ്റ്റേണൽ ഡ്രൈവ് കണക്ടിവിറ്റിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം, ബ്ലൂ ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം എന്നീ വേരിയൻറ്റുകളാണ് ഫോണുകൾക്കുള്ളത്. സെപ്റ്റംബർ 15 മുതൽ ഓർഡർ ചെയ്യാനാവുന്ന ഫോണുകൾ സെപ്റ്റംബർ 22 മുതൽ വിൽപ്പനയ്ക്കെത്തും. iPhone 15 Proയുടെ വില ആരംഭിക്കുന്നത് 1,34,900 രൂപ മുതലാണ്. iPhone 15 ഡിസ്പ്ലേക്ക് 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. iPhone 15ന് 6.1 ഇഞ്ച് ഡിസ്പ്ലേയും iPhone 15 Plusന് 6.7 ഇഞ്ച് പാനലുമാണുള്ളത്. കഴിഞ്ഞ വർഷം iPhone 14 Pro ഹാൻഡ്സെറ്റുകളിൽ അവതരിപ്പിച്ച A16 ബയോണിക് ചിപ്പാണ് പുതിയ iPhone 15ൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പും ഇതിലുണ്ട്. iPhone 15ന് 79,900 രൂപയും iPhone 15 Plusന് 89,900 രൂപയുമാണ് വില ആരംഭിക്കുന്നത്. 128 GB, 256 GB, 512 GB ഓപ്ഷനുകൾ വിൽപ്പനയ്ക്കെത്തും. Type C ചാർജിംഗ് സംവിധാനമാണ് ഐഫോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ മാക്, ഐപാഡ്, എയർപോഡ് പ്രോ സെക്കൻഡ് ജനറേഷൻ എന്നിവയും Type C ആണുള്ളത്. ഇവയ്ക്കെല്ലാം ഒരേ Type C ചാർജർ ഉപയോഗിക്കാനാവുമെന്ന് കമ്പനി പറഞ്ഞു. ഇതോടൊപ്പം മാക്സേഫ് ചാർജിംഗ് സൗകര്യവും ഫ്യൂച്ചർ Q12 വയർലെസ് ചാർജിങ്ങും ഫോണുകൾ പിന്തുണയ്ക്കും. ഏറ്റവും പുതിയ വാച്ച് സീരീസ് 9, വാച്ച് അൾട്ര 2 എന്നിവയും ആപ്പിൾ ഈവൻറ്റിൽ പ്രഖ്യാപിച്ചു. ആപ്പിളിൻ്റെ നൂതനമായ S9 ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സീരീസ് 9ൽ ഒറ്റ ചാർജിൽ 18 മണിക്കൂർ വരെ ബാറ്ററി ലൈഫും വാച്ച് അൾട്ര 2ൽ 36 മണിക്കൂർ വരെ ബാറ്ററി ലൈഫും നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇന്ത്യയിൽ ആപ്പിൾ വാച്ച് സീരീസ് 9ന് 42,000 രൂപയിലാണ് വില ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 22 മുതൽ വിപണിയിൽ ലഭ്യമാകും. കൂടാതെ ആപ്പിൾ കമ്പനിയുടെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഉൽപ്പന്നമാണ് ആപ്പിൾ വാച്ച് സീരീസ് 9. ഈ വർഷം മുതൽ എല്ലാ വാച്ച് നിർമ്മാണവും 100% ക്ലീൻ എനർജിയിൽ പ്രവർത്തിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. 2030ഓടെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ ആകാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. വാച്ച് ബാൻഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിൽ നിന്നും ആപ്പിൾ ലെതർ ഉപേക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ പാക്കേജിങ്ങിൽ നിന്നും പ്ലാസ്റ്റിക് ഒഴിവാക്കുകയും മാക്ബുക്ക് കേസുകളിൽ 100% അലൂമിനിയം ഉപയോഗിക്കുമെന്നും ആപ്പിൾ വാണ്ടർലിസ്റ്റിൽ കമ്പനി പ്രഖ്യാപിച്ചു.